ഒരു ബിടെക് ബിരുദധാരിക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഗവൺമെന്റ് ജോബാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഈ സ്വപ്ന ജോലി സ്വന്തമാക്കുവാൻ എവിടെ പഠിക്കണം എന്ന കൺഫ്യൂഷനിലാണോ നിങ്ങൾ? കഴിഞ്ഞ IEO പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്റർ, വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം എന്നീ സവിശേഷതകളോടെ ടെക് PSC IEO തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റ് വിത്ത് ഫീഡ്ബാക്ക്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 4499 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇൻ ദ പൈൽ ഫൗണ്ടേഷൻ വിച്ച് ടൈപ്പ് ഓഫ് പൈൽ ആക്ട്സ് ആസ് കോളംസ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ ലോഡ് ത്രൂ വീക്ക് സോയിൽ ടു എ ഫേം സ്ട്രാറ്റം അറ്റ് എ ഗ്രേറ്റർ ഡെപ്ത്. ഇപ്പോൾ പൈൽ ഫൗണ്ടേഷൻസിൽ ബേസ്ഡ് ഓൺ ലോഡ് ട്രാൻസ്ഫർ നമുക്ക് പൈൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: എൻ ബെയറിംഗ് പൈൽസ് ആൻഡ് ഫ്രിക്ഷൻ പൈൽസ്. ഇപ്പോൾ എൻ ബെയറിംഗ് പൈൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുകളിലുള്ള സ്ട്രക്ചറിൻ്റെ ലോഡ് താഴെ ഒരു ഗ്രേറ്റർ ഡെപ്തിലൊരു റോക്കോ അല്ലെങ്കിൽ ഒരു ഹാർഡ് സ്ട്രാറ്റോ ഉണ്ടെങ്കിൽ അവിടം വരെയും ഈ ലോഡ് ട്രാൻസ്ഫർ കൊണ്ടുചെല്ലുന്ന ടൈപ്പ് ഓഫ് പൈൽസാണ് എൻ ബെയറിംഗ് പൈൽസ്. അതായത് മുകളിലുള്ള സ്ട്രക്ചറിൻ്റെ വെയിറ്റ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡെപ്തിലുള്ള ഒരു ഹാർഡ് ബെയറിംഗ് സ്ട്രാറ്റത്തിലായിരിക്കും. ഇതാണ് എൻ ബെയറിംഗ് പൈൽസ്. രണ്ടാമത്തെ ടൈപ്പാണ് ഫ്രിക്ഷൻ പൈൽസ്. ഫ്രിക്ഷൻ പൈൽസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഹാർഡ് സ്ട്രാറ്റത്തിലേക്കല്ല ഇത് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പകരം ചുറ്റുമുള്ള സോയിലിലേക്കോ ക്ലേയിലേക്കോ ആയിരിക്കും ഈ ലോഡ് ട്രാൻസ്ഫർ ഫ്രിക്ഷൻ്റെ ഹെൽപ്പോടുകൂടി ട്രാൻസ്ഫർ ആകപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സർക്കുലർ പൈലാണ് എങ്കിൽ ആ സർക്കുലർ പൈലിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയിലെ ചുറ്റുമുള്ള സോയിലിലേക്ക് ഫ്രിക്ഷൻ വഴിയാണ് ഈ ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് പൈൽസ്: എൻ ബെയറിംഗ് പൈൽസ് ആൻഡ് ഫ്രിക്ഷൻ പൈൽസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഹാർഡ് സ്ട്രാറ്റത്തിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൈൽ ഏതാണ് എന്നതാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, എൻ ബെയറിംഗ് പൈൽസ്. അടുത്ത ക്വസ്റ്റ്യൻ: നെയിം ദ പൈൽ ടൈപ്പ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ റെസിസ്റ്റിംഗ് ഹൊറിസോണ്ടൽ ആൻഡ് ഇൻക്ലൈൻഡ് ലോഡ്സ് ഇൻ ദ സോയിൽ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽസ് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ലോഡ് ട്രാൻസ്ഫർ. ഇനി ലോഡ് ട്രാൻസ്ഫറിൻ്റെ ബേസിസിൽ മാത്രമല്ല ഫംഗ്ഷൻ്റെ ബേസിസിൽ നമുക്ക് പൈൽസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തേത് കോമ്പാക്ഷൻ പൈൽ. കോമ്പാക്ഷൻ പൈൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പൈലിനെ നമ്മൾ ഇടിച്ചിടിച്ച് മണ്ണിലേക്ക് താക്കുമ്പോൾ ഈ വൈബ്രേഷൻ്റെ എഫക്റ്റ് കാരണം ഇതിന് ചുറ്റുമുള്ള സോയിലൂടെ കോമ്പാക്റ്റ് ആകും, അതായത് കുറച്ചുകൂടെ ഡെൻസ് ആകും. അങ്ങനെ സോയിലിൻ്റെ ഒരു ബെയറിംഗ് കപ്പാസിറ്റി തന്നെ നമുക്ക് ഇൻക്രീസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനെയാണ് കോമ്പാക്ഷൻ പൈൽസ് എന്ന് വിളിക്കുന്നത്. ലൂസായിട്ടുള്ള ഗ്രാനുലർ സോയിലിനെ കുറച്ചുകൂടെ ഡെൻസ് ആക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ കോമ്പാക്ഷൻ പൈൽസ് യൂസ് ചെയ്യുന്നത്. ദേ ആർ യൂസ് ടു കോമ്പാക്ട് ലൂസ് ഗ്രാനുലർ സോയിൽ വിച്ച് ഗെറ്റ്സ് ഡെൻസിഫൈഡ് ബൈ ദ വൈബ്രേഷൻ സെറ്റപ്പ് ഓൺ ഡ്രൈവിംഗ്. ഈ പൈലിനെ താഴേക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മൾ ഇടിച്ചിടിച്ചാണ് താക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഇടിക്കുമ്പോൾ ഹാമർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ആണ് ഈ സോയിലിനെ കോമ്പാക്റ്റ് ചെയ്യിക്കുന്നത്. അടുത്ത ടൈപ്പ് പൈൽസ് ആണ് ടെൻഷൻ ഓർ അപ്ലിഫ്റ്റ് പൈൽസ്. ഈ വളരെ ഹൈറ്റുള്ള ടവേഴ്സ്, ട്രാൻസ്മിഷൻ ടവേഴ്സ്, ഇതിലൊക്കെ ഈ വിൻഡിൻ്റെ എഫക്റ്റ് കാരണം അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളത്തിലുള്ള സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ തന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് എഫക്റ്റ് കാരണമൊക്കെ ഇതിനെ ഓവർ ടേണിംഗ് മൊമെൻറ്റ് ഇതിൽ ഉണ്ടാകാം. അപ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ പ്രൊവൈഡ് ചെയ്യുന്ന പൈൽസാണ് ടെൻഷൻ പൈൽസ്. ഇപ്പോൾ കീവേഡ് ഇത്ര ഓർത്താൽ മതി: അപ്ലിഫ്റ്റ് ഫോഴ്സസിനെ റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൈൽസ് ഏതാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ ദേ ആർ ടെൻഷൻ ഓർ അപ്ലിഫ്റ്റ് പൈൽസ്. അടുത്തത് ആങ്കർ പൈൽസ്. ഇപ്പം മറൈൻ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഇപ്പം ഓയിൽ ഡ്രില്ലിംഗ് ഒക്കെ നമുക്ക് ഓഫ് ഷോർ ഓയിൽ ഡ്രില്ലിംഗ് ഒക്കെ ചെയ്യാൻ നേരം അവിടുത്തെ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിലൊക്കെ ഈ വേവ്സിൻ്റെ എഫക്റ്റ് കാരണം അല്ലെങ്കിൽ വിൻഡിൻ്റെ ഒക്കെ എഫക്റ്റ് കാരണം ഇതിന് ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ഒക്കെ സ്ട്രക്ചേഴ്സിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ തടഞ്ഞു നിർത്തി അതിനെ ആ കറക്റ്റ് പൊസിഷനിലേക്ക് ആങ്കർ ചെയ്ത് നിർത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൈൽസ് ആണ് ആങ്കർ പൈൽസ്. They are used to provide anchorage against horizontal pull from sheet piling or other pulling forces. അടുത്തത് ഫെൻഡർ പൈൽസ്. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഫെൻഡർ പൈൽസ്.
ഫെൻഡർ പൈൽസിൻ്റെ യൂസേജിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതുമാണ്. അപ്പോൾ എന്താണ് ഈ ഫെൻഡർ പൈൽസ്? ഈ ഫിഗറിൽ നമുക്ക് കാണാം വാട്ടർ ഫ്രണ്ട് സ്ട്രക്ചേഴ്സിൽ നമ്മൾ ആ ഒരു സ്ട്രക്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പൈൽസാണ് ഈ ഫെൻഡർ പൈൽസ്. ഇപ്പോൾ ഈ ഹാർബറുകളിൽ നമ്മൾ ഷിപ്സ് അല്ലെങ്കിൽ ബോട്ട്സ് ഒക്കെ മൂവ് ചെയ്ത് നിർത്താൻ നേരം ഈ വേവ്സിൻ്റെ ഒക്കെ എഫക്റ്റ് കാരണം ഈ ബോട്ട്സും ഷിപ്സും ഒക്കെ അതിന് ചെറിയ തോതിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുകയും അത് മൂവ് ചെയ്ത് നിർത്തുന്നതിന് തൊട്ടടുത്തുള്ള സ്ട്രക്ചറിനെ കോൺക്രീറ്റ് സ്ട്രക്ചറിനെ ഒക്കെ ഇത് വന്ന് തട്ടി ആ സ്ട്രക്ചറിന് ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഷിപ്സിൻ്റെയും നമ്മുടെ കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു കുഷനിങ് എഫക്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഫെൻഡർ പൈൽസ്. അപ്പോൾ വാട്ടർ ബെയറിംഗ് അല്ലെങ്കിൽ വാട്ടർ ഫ്രണ്ട് സ്ട്രക്ചേഴ്സിൽ ഷിപ്സിൻ്റെ ഇമ്പാക്റ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൈൽസ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഫെൻഡർ പൈൽസ്. അടുത്തത് ഷീറ്റ് പൈൽസ്. ഷീറ്റ് പൈൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടറിൻ്റെ സീപ്പേജ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൽ വാട്ടറിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഷീറ്റ് പൈൽസ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗറിൽ നമുക്ക് ഷീറ്റ് പൈൽസ് കാണാം. ഒരു സൈഡിൽ നമുക്ക് വാട്ടർ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് കാണാം, മറ്റേ സൈഡിൽ ഡ്രൈയുമാണ്. അപ്പോൾ ഈ വാട്ടറിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഡാംസിലൊക്കെ ഇതേപോലെ വാട്ടറിൻ്റെ സീപ്പേജ് ഉണ്ടാകും. സീപ്പേജ് എന്ന് ഉദ്ദേശിക്കുന്നത് വാട്ടറിൻ്റെ സോയിലിൻ്റെ പോർസിനുള്ളിൽ കൂടെ വെള്ളം ഒഴുകി വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സീപ്പേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സീപ്പേജ് തടയാനൊക്കെ ആയിട്ട് ഈ ഷീറ്റ് പൈൽസ് യൂസ് ചെയ്യാറുണ്ട്. ദീസ് ആർ യൂസ്ഡ് ആസ് ബൾക്ക് ഹെഡ്സ് ഓർ കട്ട് ഓഫ്സ് ടു റെഡ്യൂസ് സീപ്പേജ് ആൻഡ് അപ്ലിഫ്റ്റ് ഇൻ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്. അടുത്തത് ബാറ്റർ പൈൽസ്. ഫെൻഡർ പൈൽ കൂട്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് പൈലാണ് ബാറ്റർ പൈൽ. ഇവിടുത്തെ കീ വേർഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സസിനെ റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൈൽ എന്നതാണ്. ഇറ്റ് ഈസ് എ പൈൽ വിച്ച് ഇസ് ഡ്രിവൺ അറ്റ് എൻ ആംഗിൾ വിത്ത് ദ വെർട്ടിക്കൽ ടു റെസിസ്റ്റ് എ ലാറ്ററൽ ഫോഴ്സ്. ഈ ഫിഗറിൽ നമുക്ക് കാണാം ഈ ബ്രിഡ്ജിൻ്റെ അണ്ടറിൽ ഇതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പൈൽസ്. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന പൈൽസാണ് ഈ ബാറ്റർ പൈൽസ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാറ്ററൽ ലോഡ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ലാറ്ററൽ ട്രാൻസ്വേഴ്സ് ലോഡ്സിനൊക്കെ റെസിസ്റ്റ് ചെയ്യുക എന്നതാണ് ഈ ബാറ്റർ പൈൽസിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് പൈൽസ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യന് ചോദിച്ചിരുന്നത് ടൈപ്പ് ഓഫ് പൈൽ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ റെസിസ്റ്റിംഗ് ഹൊറിസോണ്ടൽ ആൻഡ് ഇൻക്ലൈൻഡ് ലോഡ്സ് ഇൻ സോയിൽ എന്നതായിരുന്നു. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഇസ് ബാറ്റർ പൈൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പൈൽ പ്രൊട്ടക്ട്സ് ദ ബർത്തിങ് ഷിപ്സ് ഫ്രം ഡാമേജ്? അപ്പോൾ നേരത്തെ പറഞ്ഞ തൊട്ട് വാട്ടർ ഫ്രണ്ട് സ്ട്രക്ചേഴ്സിൽ ഷിപ്സിൻ്റെയും ബോട്ട്സിനെയൊക്കെ ഈ അടുത്തുള്ള മൂവ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറുമായിട്ട് തട്ടി ഡാമേജ് ഉണ്ടാവാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൈൽസ് ആർ ഫെൻഡർ പൈൽസ്. ഓപ്ഷൻ ബി ഫെൻഡർ പൈൽസ്. ഷീറ്റ് പൈൽസ് ആർ കോമൺലി യൂസ്ഡ് ആസ് ഡാഷ് ഇൻ ഹൈഡ്രോളിക് സ്ട്രക്ചർ. ഇത് നേരത്തെ മെൻഷൻ ചെയ്തതാണ്. ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ വാട്ടറിനെ റീറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ സീപ്പേജ് തടയാനൊക്കെ ആയിട്ട് നമ്മൾ ബൾക്ക് ഹെഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൈൽസ് ആണ് ഷീറ്റ് പൈൽസ്. കോമ്പോസിറ്റ് പൈൽസ് ആർ സ്യൂട്ടബിൾ ഫോർ. ഓക്കെ, അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് പൈൽസ് എന്ന് ആദ്യം പറയാം. കോമ്പോസിറ്റ് എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ രണ്ട് ടൈപ്പ് മെറ്റീരിയൽ, രണ്ടോ അതിലധികം ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ ഇതിനെ നമ്മൾ കോമ്പോസിറ്റ് എന്ന വാക്ക് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ കോമ്പോസിറ്റ് പൈൽസിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. രണ്ട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ രണ്ടിൽ അധികം മെറ്റീരിയൽസ് ഒരുമിച്ച് യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന പൈൽസാണ് കോമ്പോസിറ്റ് പൈൽസ്. അപ്പോൾ ചില സ്ട്രക്ചേഴ്സിലൊക്കെ പ്രത്യേകിച്ച് മറൈൻ ആപ്ലിക്കേഷൻസ് വരുന്നിടത്ത് വാട്ടർ ലെവലിന് താഴെ നമ്മളൊരു പർട്ടിക്കുലർ മെറ്റീരിയൽ യൂസ് ചെയ്ത് പൈല് കൺസ്ട്രക്ട് ചെയ്യുകയും വാട്ടർ ലെവലിന് മുകളിലായിട്ട് വേറൊരു മെറ്റീരിയൽ ഈ പൈലിന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് വാട്ടർ ലെവലിന് അടിയിൽ പ്രത്യേക മെറ്റീരിയൽ കൊടുക്കാൻ കാരണം വാട്ടർ റെസിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ നമുക്ക് വേണം. എന്നാൽ വാട്ടർ ലെവലിന് മുകളിലോട്ട് നമുക്ക് അതേ മെറ്റീരിയലിൻ്റെ ആവശ്യം വേണമെന്നില്ല. അവിടെ നമുക്ക് കോൺക്രീറ്റ് പോലുള്ള സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ രണ്ട് മെറ്റീരിയൽ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്ന പൈൽസാണ് കോമ്പോസിറ്റ് പൈൽസ്. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് വാട്ടർ ലെവലിന് മുകളിലോട്ട് അല്ലെങ്കിൽ വാട്ടറിൽ യൂസ് ചെയ്യുമ്പോഴാണ് ഈ കോമ്പോസിറ്റ് പൈൽസിൻ്റെ ആപ്ലിക്കേഷൻ കൂടുതലും വരുന്നത്. വെൻ ദ പൈൽ പ്രൊജക്ട്സ് അബവ് ദ വാട്ടർ ടേബിൾ, അതാണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിഗറിൽ നമുക്ക് കാണാം ഒരു പൈലിൻ്റെ ടോപ്പ് സർഫസിൽ കോൺക്രീറ്റും ബോട്ടം സർഫസിൽ ടിമ്പറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്യാം മെറ്റീരിയൽസിനെ. മുകളിൽ സ്റ്റീല്, താഴെ കോൺക്രീറ്റ്, അതേപോലെ താഴെ ടിമ്പർ, മുകളിൽ കോൺക്രീറ്റ്, അങ്ങനെ ബേസ്ഡ് ഓൺ ദ റിക്വയർമെൻറ്റ് നമുക്ക് രണ്ട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ മെറ്റീരിയൽസ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്ന ടൈപ്പ് പൈൽസാണ് കോമ്പോസിറ്റ് പൈൽസ്.
ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ വാട്ടർ മെറൈൻ സ്ട്രക്ചേഴ്സിൽ അല്ലെങ്കിൽ വാട്ടർ ഫ്രണ്ട് സ്ട്രക്ചേഴ്സിലൊക്കെ ഒരു പോർഷൻ ഓഫ് ദ പൈൽ ഇഫ് ഇറ്റ് പ്രൊജക്ട്സ് ബിലോ അബവ് ദ വാട്ടർ ടേബിൾ, കുറച്ച് പോർഷൻ വെള്ളത്തിനടിയിലും വാട്ടർ ടേബിളിന് താഴെയും കുറച്ച് അതിന് മുകളിലുമായിട്ട് വരുമ്പോൾ ആണ് നമ്മൾ ഇതേപോലത്തെ കോമ്പോസിറ്റ് പൈൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, പ്രൊജക്ട്സ് അബവ് ദ വാട്ടർ ടേബിൾ. Usually for a group of piles, pile caps are provided for which of the following reasons? Stop any infiltration of water from top, spread loads to all piles, arrest lateral displacement, increase the load bearing capacity of each pile. അപ്പോൾ എന്താണ് പൈൽ ക്യാപ്പ്? ഇപ്പം നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പൈൽസ് കൊടുക്കുകയാണ് എങ്കിൽ ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന രീതിയിൽ മുകളിൽ ഒരു സ്ലാബ് പോലെ നമ്മൾ വാർക്കുന്നതാണ് ഈ പൈൽ ക്യാപ്പ്. ഈ പൈൽ ക്യാപ്പിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മുകളിലത്തെ സ്ട്രക്ചറിൻ്റെ ലോഡ് ഈക്വലായിട്ട് അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് താഴെയുള്ള പൈൽ ഗ്രൂപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണ്. The functions of a pile cap are to distribute horizontal and vertical loads equally over the pile group and thus over a greater area of bearing potential. To laterally stabilize individual piles, thus increasing the overall stability of the group. ഇപ്പോൾ ഇൻഡിവിജ്വൽ പൈൽസിനും ഇതേപോലെ ഒരു പൈൽ ക്യാപ്പ് വെച്ച് കോമൺ ആയിട്ട് നമ്മൾ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പൈൽസിനൂടെ കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റി ഒബ്റ്റെയിൻ ചെയ്യുന്നു. To provide necessary combined resistance to stresses set up by the superstructure or ground movement. ഇപ്പോൾ ഗ്രൗണ്ട് മൂവ്മെൻറ്റ് സീസ്മിക് ആക്ടിവിറ്റി ഒക്കെ വരുമ്പോഴും കമ്പൈൻഡ് ആയിട്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ, ആ സ്ട്രെസ്സസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് പൈൽ ക്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന വഴി എല്ലാ പൈൽസിനോടും ഒരുമിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് പൈൽ ക്യാപ്പ്. നമ്മുടെ മുകളിലുള്ള സ്ട്രക്ചറിന് താഴെ നമ്മൾ പൈൽസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ ലോഡ് യൂണിഫോം ആയിട്ട് എല്ലാ പൈൽസിലേക്ക് കൂടെ കൊടുക്കാനായിട്ട് നമ്മൾ സ്ലാബ് പോലെ വാർക്കുന്നതാണ് പൈൽ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, സ്പ്രെഡ് ലോഡ് ടു ഓൾ പൈൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റീനിങ് is a component of which of the below type of foundation? Pile, strap, isolated, well. നമ്മൾ സ്റ്റീനിങ് എന്ന് പറയുന്ന കോമ്പണൻറ്റ് വരുന്നത് വെൽ ഫൗണ്ടേഷൻസിലാണ്. ഇപ്പോൾ എന്താണ് വെൽ ഫൗണ്ടേഷൻസ്? നമ്മൾ ഈ ഹെവി ബ്രിഡ്ജസ്, അതും വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ബ്രിഡ്ജസിലൊക്കെ നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ ഫൗണ്ടേഷനായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് വെൽ ഫൗണ്ടേഷൻസ്. ഈ വെൽ ഫൗണ്ടേഷൻസിൻ്റെ മെയിൻ പാർട്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും താഴെ നമുക്കൊരു കട്ടിംഗ് എഡ്ജ് ഉണ്ട്. ഈ കട്ടിംഗ് എഡ്ജിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെൽ കേർബ് ഉണ്ട്. മുകളിലോട്ട് വരുന്ന അതിൻ്റെ വാൾസ് ആണ് സ്റ്റീനിങ്. സ്റ്റീനിങ്ങിൻ്റെ മുകളിൽ നമുക്കൊരു വെൽ ക്യാപ്പ് ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ബ്രിഡ്ജിനെ സപ്പോർട്ട് ചെയ്യുന്ന പിയേഴ്സ്, അതായത് തൂണുകൾ പോലെ കാണുന്ന സ്ട്രക്ചറാണ് പിയേഴ്സ്. ഈ പിയർ വരുന്നത് ഈ വെൽ ക്യാപ്പിൻ്റെ മുകളിലായിട്ടാണ്. അപ്പോൾ ഇതിനകത്തായിട്ട് നമ്മൾ സാൻഡ് വെച്ച് ഫില്ല് ചെയ്യുന്നു. ഏറ്റവും താഴെ നമ്മൾ ഈ വെൽ ഫൗണ്ടേഷൻസ് യൂഷ്വലി നമ്മൾ ഗ്രൗണ്ടിൽ കോസ്റ്റിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇതിനെ ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുപോയി ഗ്രൗണ്ടിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് വാട്ടർ സർഫസിന് താഴെയുള്ള ഹാർഡ് സ്ട്രാറ്റത്തിലേക്ക് നമ്മൾ താഴ്ത്തി വെക്കുന്നു. താഴ്ത്തി വെച്ചതിന് ശേഷം ഈ ബോട്ടം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് അത് ക്ലോസ് ചെയ്യും. അതിനെയാണ് ബോട്ടം പ്ലഗ് എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഇതിനുള്ളിൽ ഇതിന് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, വെയിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാൻഡ് വെച്ച് ഫില്ല് ചെയ്യുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ ടോപ്പ് പ്ലഗ് വെച്ച് അത് സീൽ ചെയ്യുന്നു, കോൺക്രീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് വെൽ ക്യാപ്പും അതിൻ്റെ മുകളിലോട്ട് പിയറിൻ്റെ മുകളിലാണ് നമുക്ക് ബ്രിഡ്ജിൻ്റെ ഡെക്ക് സ്ലാബൊക്കെ വരുന്നത്. ഇപ്പോൾ സ്റ്റീനിങ് ഇസ് എ കോമ്പണൻറ്റ്, ഏത് ടൈപ്പ് ഫംഗ്ഷൻ്റെ കോമ്പണൻ്റ് ആണെന്ന് ചോദിക്കുവാണെങ്കിൽ ദ കറക്റ്റ് ആൻസർ ഇസ് വെൽ ഫൗണ്ടേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ഹാമർ ഇസ് റേസ്ഡ് ബൈ സ്റ്റീം ആൻഡ് അലൗഡ് ടു ഫോൾ ബൈ ഗ്രാവിറ്റി ഓൺ ടോപ്പ് ഓഫ് ദ പൈൽ, ഇറ്റ് ഇസ് കോൾഡ് ആസ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ പൈൽ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പൈൽസിനെ നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ തന്നെ ഒരു ഡ്രൈവിംഗ് മെക്കാനിസമാണ് ഹാമർ യൂസ് ചെയ്ത്. അതും സിംഗിൾ ആക്ടിങ് ഹാമർ ഉണ്ട്, ഡബിൾ ആക്ടിങ് ഹാമർ ഉണ്ട്, ഡ്രോപ്പ് ഹാമർ ഉണ്ട്, അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഹാമറിനെ റേസ് ചെയ്ത് നമ്മൾ താഴേക്ക് ഇടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഫക്റ്റോട് കൂടി നമ്മുടെ പൈലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇടിച്ചിറക്കുമ്പോൾ പൈൽ താഴേക്ക് താന്ന് ഇറങ്ങുന്നു. ഇതാണ് അതിൻ്റെ ഒരു ഡ്രൈവിംഗ് പ്രോസസ്സ്. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹാമർ ഇസ് റേസ്ഡ് ബൈ സ്റ്റീം ആൻഡ് അലൗഡ് ടു ഫോൾ ബൈ ഗ്രാവിറ്റി. ഇപ്പോൾ മുകളിലേക്ക് ഹാമറിനെ പൊക്കാനായിട്ട് കംപ്രസ് സ്റ്റീമൊക്കെ യൂസ് ചെയ്യുന്നു. താഴേക്ക് അത് ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി വെയിറ്റ് കാരണം താഴേക്ക് ഡ്രോപ്പ് ആവുന്നു. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഹാമറിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ സിംഗിൾ ആക്ടിങ് ഹാമർ. നമുക്ക് സ്റ്റീമിൻ്റെ ഹെൽപ്പോട് കൂടി ഇതിനെ മുകളിലേക്ക് റേസ് ചെയ്യുകയും അതേപോലെ ഡ്രോപ്പ് ചെയ്യുന്നത് സ്റ്റീമിൻ്റെ ഹെൽപ്പോട് കൂടിയാണെങ്കിൽ അത് ഡബിൾ ആക്ടിങ് ഹാമറായിട്ട് മാറും. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, സിംഗിൾ ആക്ടിങ് ഹാമർ. അടുത്ത ക്വസ്റ്റ്യൻ,
diameter of bulb in underreamed pile is kept equal to dash times the diameter of pile stem. ഓക്കെ, അണ്ടർറീംഡ് പൈൽസ് എന്താണ്? ഇപ്പം വോളിയം ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്ന സോയിൽസിൽ, അതായത് വാട്ടറിൻ്റെ മോയ്സ്ചറിൻ്റെ എഫക്റ്റ് കാരണം ഒരുപാട് വോളിയം ചേഞ്ച്, സോയിൽ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ സാധ്യതയുള്ള ടൈപ്പ് സോയിൽസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ് ഈ അണ്ടർറീംഡ് പൈൽ ഫൗണ്ടേഷൻസ്. അപ്പോൾ ഈ അണ്ടർറീംഡ് പൈൽ ഫൗണ്ടേഷൻസിൽ പൈലിൻ്റെ സ്റ്റെമ്മിൽ നമ്മൾ ബൾബ് ലൈക്ക് പ്രൊജക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ അണ്ടർ റീംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അണ്ടർറീംഡ് പൈൽ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നേരം ഈ ബൾബിൻ്റെ ഡയമീറ്റർ എത്രത്തോളം വേണം എന്നതാണ് ചോദിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അണ്ടർറീംഡ് പൈൽ, ഇതാണ് അണ്ടർറീംഡ് പൈലിൻ്റെ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇതിൽ ഈ ബൾബ് ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ അണ്ടർ റീംസ് എന്ന് വിളിക്കുന്നത്. ഈ അണ്ടർ റീംസിൻ്റെ ഡയമീറ്റർ ഷുഡ് ബി ഈക്വൽ ടു 2.5 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ പൈൽ ഷാഫ്റ്റ്. ഈ പൈൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി ആണ് എങ്കിൽ അണ്ടർ റീംസിൻ്റെ ഡയമീറ്റർ ഷുഡ് ബി 2.5 ടൈംസ് ഡയമീറ്റർ. ഇനി ഇവിടുന്ന് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, രണ്ട് അണ്ടർ റീംസ് പ്രൊവൈഡ് ചെയ്യുവാണ് എങ്കിൽ ഈ രണ്ട് അണ്ടർ റീംസും തമ്മിലുള്ള സ്പേസിങ് എത്ര ആയിരിക്കണം എന്നതും. അപ്പം അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ദ കറക്റ്റ് ആൻസർ ഇസ് 1.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ദ അണ്ടർ റീം. ഡയമീറ്റർ ഓഫ് ദ പൈലല്ല, അണ്ടർറീംഡ് ബൾബിൻ്റെ, അതായത് ഈ ബൾബ് ലൈക്ക് പ്രൊജക്ഷൻ്റെ ഡയമീറ്റർ എത്രയാണോ അതിൻ്റെ 1.5 ടൈംസ് ആയിരിക്കണം രണ്ട് അണ്ടർ റീംസ് തമ്മിലുള്ള സ്പേസിങ്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് കറക്റ്റ് ആൻസർ വരാൻ പോകുന്നത് 2.5 ആണ്, കാരണം ഡയമീറ്റർ ഓഫ് ദ ബൾബ് ആയിരുന്നു ചോദിച്ചിരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. In a plate loading test for determining the bearing capacity of soil, the size of the square bearing plate should be. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന ഏരിയയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്. ഈ പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൽ നമ്മൾ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സോയിലിൽ നമ്മളൊരു ചെറിയൊരു പിറ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു പ്ലേറ്റ്, നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലേറ്റ് പ്ലേസ് ചെയ്യുന്നു. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലോഡ് ചെയ്യും. അപ്പോൾ ഈ ലോഡ് കൂടുന്നതനുസരിച്ച് ഈ പ്ലേറ്റിലുണ്ടാകുന്ന സെറ്റിൽമെൻറ്റ് എത്ര നമ്മൾ മെഷർ ചെയ്യും. എന്നിട്ട് നമ്മളത് പ്ലോട്ട് ചെയ്യുകയും അതിൽ നിന്ന് നമ്മൾ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. A plate load test is a field test to determine the ultimate bearing capacity of soil and the probable settlement under a given loading. ഇനി ഈ ടെസ്റ്റിൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റിൻ്റെ സൈസ്, അതേപോലെ നമ്മൾ പിറ്റ് എക്സ്കവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ആ പിറ്റിൻ്റെ ഡയമെൻഷൻസും അറിഞ്ഞിരിക്കണം. ബെയറിംഗ് പ്ലേറ്റ് ഇസ് സ്ക്വയർഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന ബെയറിംഗ് പ്ലേറ്റ് സ്ക്വയർ ഷേപ്പിലാണ് എങ്കിൽ മിനിമം സൈസ് ഓഫ് ദ പ്ലേറ്റ് ഷുഡ് ബി 30 by 30 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് മാക്സിമം സൈസ് 75 by 75 സെൻറ്റിമീറ്റേഴ്സ്. ഇതിൻ്റെ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 25 mm. ഇനി നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്ന പിറ്റ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റ് പ്ലേസ് ചെയ്യാനായിട്ട് നമ്മളൊരു ചെറിയൊരു പിറ്റ്, ഒരു കുഴി എടുക്കും. ആ കുഴിയുടെ ഡയമെൻഷൻസിനെ കുറിച്ചാണ് ഇനിയും പറയാൻ പോകുന്നത്. വിഡ്ത്ത് ഓഫ് ദ പിറ്റ് ഷുഡ് ബി ഈക്വൽ ടു 5 ടൈംസ് വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ്. ഇപ്പോൾ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിന് 5 ഇരട്ടി വിഡ്ത്തിലായിരിക്കണം നമ്മൾ ആ പിറ്റും എക്സ്കവേറ്റ് ചെയ്യുന്നത്. ഇനി ഡെപ്ത് ഓഫ് ദ പിറ്റ് ഷുഡ് ഓൾസോ ബി ഈക്വൽ ടു 5 ടൈംസ് ദ ഡെപ്ത് ഓഫ് ദ പ്ലേറ്റ്. പ്ലേറ്റിൻ്റെ ഡെപ്ത് നമ്മളിവിടെ പറഞ്ഞു ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 25 mm എന്ന്. അപ്പോൾ അതിൻ്റെ 5 ഇരട്ടി ആയിരിക്കണം നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്ന പിറ്റിൻ്റെ ഡെപ്ത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്ന സൈസ് ഓഫ് ദ പ്ലേറ്റ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ഇപ്പോൾ സൈസ് ഓഫ് ദ പ്ലേറ്റ് 30 by 30 തൊട്ട് 75 by 75 വരെ വേരി ചെയ്യാം. സോ ബിറ്റ്വീൻ 300 mm ആൻഡ് 750 mm. അടുത്ത ക്വസ്റ്റ്യൻ. The minimum center to center distance between the piles of an n-bearing pile group should be equal to. ഓക്കെ, അപ്പം നേരത്തെ പൈൽ ഗ്രൂപ്പ്സിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തു. അതായത് ഒരൊറ്റ പൈല് കൊടുക്കാതെ ഒരു ഗ്രൂപ്പ് ഓഫ് പൈൽസ് കൊടുത്തിട്ട് അതിനെല്ലാം കൂടെ കണക്ട് ചെയ്ത് നമ്മളൊരു പൈൽ ക്യാപ്പ് കൊടുക്കുന്നു. ഈ പൈൽ ക്യാപ്പയിലോട്ടായിരിക്കും മുകളിൽ നിന്നുള്ള തൂണിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നമ്മൾ പൈൽസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ പൈൽസ് തമ്മിലുള്ള സ്പേസിങ് എത്രത്തോളം ആയിരിക്കണം എന്നതിന് റെക്കമെൻഡേഷൻസ് ഉണ്ട്. Spacing of piles in pile group. Minimum spacing of n-bearing piles is 2.5 d. ഓക്കെ, ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് n-bearing piles ആണ് എങ്കിൽ ഈ പൈൽസ് തമ്മിലുള്ള സ്പേസിങ് ഷുഡ് ബി, മിനിമം സ്പേസിങ് ഷുഡ് ബി 2.5 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ പൈൽ ഷാഫ്റ്റ്. ഇനി ഇഫ് ദ പൈൽസ് ആർ റെസ്റ്റിംഗ് ഓൺ റോക്കിലാണ് ഡയറക്റ്റ്ലി ഇത് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ദ മിനിമം സ്പേസിങ് ഓഫ് ദ പൈൽ ഷുഡ് ബി 2 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ പൈൽ ഷാഫ്റ്റ്. മിനിമം സ്പേസിംഗ് ഓഫ് ഫ്രിക്ഷൻ പൈൽസ് ആണെങ്കിൽ 3 ടൈംസ് ഡയമീറ്റർ ഓഫ് ദ പൈൽ ഷാഫ്റ്റ് വരെ സ്പേസിങ് നമുക്ക് കൊടുക്കാം. ഇനി മിനിമം നമ്പർ ഓഫ് പൈൽസ് ഫോർ സർക്കുലർ കോളം. ഇത് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. സർക്കുലർ കോളമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനടിയിൽ പൈൽ ഗ്രൂപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ മിനിമം 3 പൈൽസ് എങ്കിലും പ്രൊവൈഡ് ചെയ്യണം എന്നതാണ്. അത് നോക്കണം.
നമ്മൾ സർക്കുലർ കോളമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഈ സർക്കുലർ കോളത്തിനടിയിൽ പൈൽ ഗ്രൂപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ മിനിമം 3 പൈൽസ് എങ്കിലും പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ സ്പേസിംഗ് ഓഫ് പൈൽസിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പം ഓർത്തോളുക, എൻ ബെയറിംഗ് പൈൽസ് ആണെങ്കിൽ മിനിമം സ്പേസിംഗ് 2.5D, ഫ്രിക്ഷൻ പൈൽസ് ആണെങ്കിൽ മിനിമം സ്പേസിംഗ് 3D ആണ്. ഇനി റോക്കിലേക്കാണ് ലോ ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ, അതായത് ഈ എൻ ബെയറിംഗ് പൈൽ റോക്കിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സ്പേസിംഗ് നമുക്ക് 2D കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടുത്തെ എൻ ബെയറിംഗ് പൈൽ ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ 2.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ദ പൈൽ, ഓപ്ഷൻ ബി. The group efficiency of a pile group will be always less than 100, will be greater than 100, may be less than 100 or more than 100 depending upon other factors, is more than 100% in cohesionless soil and less than 100% in cohesive soil. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പൈൽ ഗ്രൂപ്പ്സിൻ്റെ എഫിഷ്യൻസിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് എഫിഷ്യൻസി ഓഫ് പൈൽസ് കണ്ടുപിടിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ultimate load carrying capacity of the pile group divided by number of piles into load carrying capacity of individual piles. അപ്പോൾ ഇതേപോലെ തന്നെ നമ്പർ ഓഫ് പൈൽസ് തരും, ഇൻഡിവിജ്വൽ പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി തരും, പൈൽ ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റി തരും, എന്നിട്ട് എഫിഷ്യൻസി കണ്ടുപിടിക്കാനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ പൈൽ ഗ്രൂപ്പ് ആൻഡ് ഇൻഡിവിജ്വൽ പൈൽസ്, ഈ എഫിഷ്യൻസിയുടെ വാല്യൂ ഇറ്റ് ക്യാൻ ബി ലെസ് ദാൻ 1 ഓർ ഗ്രേറ്റർ ദാൻ 1. അതായത് 100%-ലും കുറഞ്ഞും വരാം, 100%-ൽ കൂടുതലും വരാം. ഇനി ജനറലി നമ്മൾ പറയുമ്പോൾ സാൻഡി സോയിൽസിലാണെങ്കിൽ ദിസ് എഫിഷ്യൻസി ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 1. ഇനി എങ്ങനെയാണ് ഇത് 100%-ൽ കൂടുതൽ പോകുന്നത് സാൻഡി സോയിൽസിൽ? കാരണം സാൻഡി സോയിലിൽ നമ്മൾ ഈ പൈൽസ് ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് കാരണം കുറേയൊക്കെ സോയിൽ കോമ്പാക്റ്റ് ആവും. അപ്പം ഗ്രൂപ്പ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കൂടുതലും ഗ്രൂപ്പ് എഫിഷ്യൻസി കുറച്ചുകൂടെ കൂടുതലായിരിക്കും കമ്പയർ ടു നമ്പർ ഓഫ് പൈൽസ് ഇൻ ടു ഇൻഡിവിജ്വൽ കപ്പാസിറ്റി. അപ്പോൾ അതുകൊണ്ട് ഓർത്തോളുക, സാൻഡി പൈൽസിൽ ഈ എഫിഷ്യൻസി ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 100%. കൊഹസീവ് സോയിലാണെങ്കിൽ ഈ എഫിഷ്യൻസി ക്യാൻ ഗോ ലെസ് ദാൻ 100%, വിൽ ബി ലെസ് ദാൻ 100. കാരണം കൊഹസീവ് സോയിൽ, അതായത് ക്ലേ കണ്ടൻറ്റ് കൂടുതലുള്ള സോയിൽ ഈ ഇൻഡിവിജ്വൽ പൈൽസിൻ്റെ പ്രഷർ ബൾബ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ പ്രഷർ ബൾബ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ പൈലിലും വരുന്ന ലോഡ് അത് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ലോഡ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് ട്രാൻസ്ഫർ ചെയ്യുന്ന അതിന് ചുറ്റുമുള്ള ഏരിയയെ, സോയിലിനെയാണ് നമ്മൾ അതിന് ചുറ്റുമുള്ള പ്രഷർ ബൾബ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രഷർ ബൾബ് കൊഹസീവ് സോയിലിൻ്റെ കേസിൽ ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഈ പൈൽസിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി ഗ്രൂപ്പ് പൈൽസ് വിൽ ബി ലെസ് കമ്പയർ ടു ഇൻഡിവിജ്വൽ പൈൽസ്. അപ്പം അത് കുറേ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ക്ലേ സോയിലിൻ്റെ കേസിൽ ഈ എഫിഷ്യൻസി ക്യാൻ ബി ലെസ് ദാൻ 100% എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, മോർ ദാൻ 100% ഇൻ കൊഹഷൻലെസ് സോയിൽ. കൊഹഷൻലെസ് സോയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് സാൻഡി സോയിലാണ്. ആൻഡ് ലെസ് ദാൻ 100% ഇൻ കൊഹസീവ് സോയിൽ. കൊഹസീവ് സോയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലേ കണ്ടൻറ്റ് കൂടുതലുള്ള സോയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എൻ ബെയറിംഗ് പൈൽ ഇസ് 200 kN. ടോട്ടൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 9 പൈൽസ് വിത്ത് ഗ്രൂപ്പ് എഫിഷ്യൻസി ഫാക്ടർ ഓഫ് 0.8 ഷെൽ ബി. ഓക്കെ, ഇത് ഗ്രൂപ്പ് എഫിഷ്യൻസിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഗ്രൂപ്പ് എഫിഷ്യൻസി 0.8 എന്ന് പറയുന്നുണ്ട്. 9 പൈൽസ് ഉണ്ട് പൈൽ ഗ്രൂപ്പിൽ എന്ന് പറയുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വൽ പൈൽസിൻ്റെയും അൾട്ടിമേറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 kN ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് കപ്പാസിറ്റി ഓഫ് പൈൽ ഗ്രൂപ്പ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പൈൽസ് ഇൻറ്റു അൾട്ടിമേറ്റ് കപ്പാസിറ്റി ഓഫ് സിംഗിൾ പൈൽ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഗ്രൂപ്പ് എഫിഷ്യൻസി നമുക്കപ്പം അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് പൈൽ ഗ്രൂപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫിഷ്യൻസി ഇൻറ്റു ഡിനോമിനേറ്ററിലെ ടേംസോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.8 ഇൻറ്റു നമ്പർ ഓഫ് പൈൽസ് 9 ഇൻറ്റു ഇൻഡിവിജ്വൽ കപ്പാസിറ്റി 200. അപ്പോൾ നമുക്ക് 1440 kN എന്ന ആൻസർ കിട്ടും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയാണ് പൈൽ ഫൗണ്ടേഷനിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.